നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്താൻ 1 മണിക്കൂർ 20 മിനിറ്റ്, കോഴിക്കോടെത്താൻ 2.5 മണിക്കൂർ, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കാണെങ്കിൽ 3 മണിക്കൂർ 50 മിനിറ്റ്. അതിവേഗ റെയിൽ സാധ്യമായാൽ ട്രെയിനിലും കാറിലും ബസ്സിലുമൊക്കെയായി നമ്മൾ ചെലവഴിക്കുന്ന സമയം അത്രയും കുറയും. ഇ ശ്രീധരനാണ് അതിവേഗ റെയിലിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത്. പദ്ധതി ചെലവ് 60,000 കോടി രൂപയാണ്. കേന്ദ്രവും കേരളവും 30,000 കോടി രൂപ വീതം ചിലവഴിക്കണം. നിർമ്മാണം തുടങ്ങിയാൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നതാണ് പദ്ധതി. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ. 70% എലിവേറ്റഡ് പാതയും 20% ടണൽ പാതയുമാണ്. ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ടണൽ പാതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 8 കോച്ചുകൾ, അതിൽ 560 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. ഓരോ 5 മിനിറ്റിൻ്റെ ഇടവേളയിലും സർവീസ് ഉണ്ടാവും. കേൾക്കുമ്പോൾ ആഹാ എത്ര സുന്ദരമെന്ന് തോന്നും. പക്ഷേ സിൽവർ ലൈൻ പദ്ധതി ഒരു വഴിക്കാക്കിയവരാണ് നമ്മൾ എന്നത് മറന്നുകൂടാ. ഇനി അതിവേഗ റെയിൽ നടപ്പാക്കാൻ ഒരുങ്ങിയാലും അതിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അതിവേഗ യാത്രാ സംവിധാനങ്ങളില്ലാതെ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകും? കേരളം ഇനിയും എത്ര നാൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങും? ഓരോ ദിവസത്തിൻ്റെയും നല്ലൊരു ശതമാനം സമയവും വഴിയിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇടുക്കിയിൽ നിന്ന് പ്രദീപാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ പ്രദീപ്, ഇന്ന് ഇ ശ്രീധരൻ അതിവേഗ റെയിലിൻ്റെ പദ്ധതി രൂപരേഖയൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. 4 മണിക്കൂറിൽ താഴെ 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് എത്താൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. 5 വർഷം കൊണ്ട് പണി തുടങ്ങിയാൽ പൂർത്തിയാക്കാൻ കഴിയും എന്നും പറയുന്നു. എന്തായാലും ഈ ഇത്തരം അതിവേഗ പദ്ധതികൾ അല്ലെങ്കിൽ അതിവേഗ യാത്രാ സംവിധാനങ്ങളില്ലാതെ കേരളത്തിന് എത്ര കാലം ഇനി മുന്നോട്ട് പോകാൻ കഴിയും? ശ്രീ രഘുനന്ദൻ പിള്ളയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ രഘുനന്ദൻ പിള്ള, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഈ അതിവേഗ ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മഹാനായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ അതിവേഗ റെയിൽവേ പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഈ നമ്മുടെ സൂപ്പർ മെട്രോമാൻ ശ്രീധർ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയാകുമെന്നും ഇത് കേരളത്തിന് വളരെ പ്രയോജനകരമാണ്. ശ്രീ രഘുനന്ദൻ പിള്ള, നേരത്തെ നമ്മൾ ഇതിനേക്കാൾ വേഗത്തിൽ ഓടുന്ന, ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിന് അംഗീകാരം നൽകാതിരുന്നതും ഇതേ കേന്ദ്ര സർക്കാർ തന്നെയാണ്. അല്ലല്ല, അത് ഇന്ന് മെട്രോമാന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ അത് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിപ്പോ ഈ മെട്രോമാന്റെ ഇത് പറഞ്ഞിരിക്കുന്നത് ഭൂമി എടുത്തു കഴിഞ്ഞാൽ അത് ബാക്കി വരുന്ന ഭൂമി അവർക്ക് തിരിച്ചു നൽകുമെന്നാണ്. ഈ ഭൂമി ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ബാക്കി ഭൂമി തിരിച്ചു നൽകുമെന്നൊക്കെ ആയിരുന്നു പദ്ധതി. പക്ഷെ ഇതിനേക്കാൾ ചെലവ് കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ട്. ഇത് കൂടുതലും തുരങ്കപാതകളും ഓവർ ബ്രിഡ്ജും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത് ഈ പാത. ശരി, ശ്രീ രഘുനന്ദനാണ് പ്രതികരിച്ചത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, ഈ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ അതിവേഗ റെയിലായാലും സിൽവർ ലൈനായാലും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിൻ്റെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും മാറിയിട്ടുണ്ട്, രാഷ്ട്രീയ. പക്ഷേ കേരളത്തിന് ഇങ്ങനെ അതിവേഗ റെയിൽ സംവിധാനങ്ങളില്ലാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഈ ഇപ്പം മെട്രോമാൻ പറഞ്ഞ ആ രീതിയിലാണെങ്കിൽ, അലൈൻമെന്റ് പ്രകാരമാണെങ്കിൽ അത് നല്ലതാണ്. കാരണം അതിൽ 70% പിന്നെ എലിവേറ്റഡ് ഹൈവേ ആണ്. എലിവേറ്റഡ് റെയിലാണ്. അപ്പം പിന്നെ 25% പറഞ്ഞ അണ്ടർഗ്രൗണ്ടാണ്. അതിൽ കൂടെ അണ്ടർപാതയാണ്. 20% ടണൽ. അതെ, ടണലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ വലിയൊരു ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുമില്ല. നേരത്തെ ലൈനിലെ പോലെ ആ ഏരിയയിലേക്ക് കൂടെ എല്ലാം വരുന്നതും. അപ്പം 5 വർഷം കൊണ്ട് സാധ്യമാവുമെന്നറിയില്ല, എങ്കിലും ഇത് സാധ്യമായാൽ നല്ലതാണ്. കണ്ണൂർ വരെ മംഗലാപുരം വരെ നീട്ടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരം ടു മംഗലാപുരം ആകുമ്പോഴത്തേക്ക് അതർ സ്റ്റേറ്റിനും കൂടെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് അവിടെ പോകാനുള്ള ഒരു സാധ്യതയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ലത് അതായിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ബിനോയ്, കേരളത്തിൽ സിൽവർ ലൈൻ വന്നപ്പോൾ അതിനെ സമരം ചെയ്ത്
അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽ താങ്കളുടെ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിവേഗ റെയിൽ പദ്ധതി എന്ന നിർദ്ദേശം കേന്ദ്രവും കേരളവും സംയുക്തമായി അങ്ങനെ ഒരു നിർദ്ദേശം ശ്രീധരനാണ് ഇന്നിപ്പോൾ അതിൻ്റെ പദ്ധതി രൂപരേഖയുടെയൊക്കെ മുൻ പ്രാഥമിക വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത്. ഈ കേരളത്തിന് ഇങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? നമസ്കാരം കിരണ. അത് നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം നമുക്ക് ആലോചിച്ച് പറയാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളാരും വികസനത്തിനെതിരല്ല. പക്ഷെ ഒരഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ആ മഞ്ഞക്കല്ലുകൾ കൊണ്ടിട്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആലോചിച്ചെടുത്ത് മാറ്റിയാൽ കൊള്ളാം. കാരണം ഞങ്ങൾ ആ പോകുന്ന കെയറയിലും സിൽവർ ലൈൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വോട്ടഭ്യർത്ഥിക്കാൻ പോയപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായം ഇത് തുടങ്ങുന്നെങ്കിൽ തുടങ്ങട്ടെ, പക്ഷെ ഞങ്ങൾക്കൊന്നും ക്രയവിക്രയങ്ങൾ, ഞങ്ങളെ ഒന്ന് മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിച്ചുകൂടാനോ ഒന്നിനും പറ്റുന്നില്ല. ഒരു 5 സെന്റ് വസ്തു വിൽക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റാതെ എല്ലാവർക്കും അല്ല, കുറച്ചാളുകൾക്ക്. അപ്പൊ അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ട് കേന്ദ്രവോ കേരളവോ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നാൽ ഞങ്ങളാരും എതിരില്ല. പക്ഷെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ മക്കളെയും അവരുടെ മക്കളുടെയൊക്കെ പഠിത്തത്തെയും കല്യാണങ്ങളെയൊക്കെ ബാധിച്ചുകൊണ്ടുള്ളൊരു വികസനം, എല്ലാം മുടക്കിക്കൊണ്ടുള്ള ഒരു വികസനത്തിന് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് കെ സുധാകരൻ MP അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, മുൻ KPCC പ്രസിഡന്റ്. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ റെയിലിന്റെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹത്തിന്റെ പേര് ശ്രീധരൻ സാറ് ഇന്ന് പറഞ്ഞു, ഞാൻ പ്രപ്പോസൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം നോക്കാം. 70% എലിവേറ്റഡ് റെയിലും 20% ടണലിലൂടെയും. ഓക്കെ, അത് കേട്ടപ്പോ കൊള്ളാം. അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളത് പിന്നെ 10% ഉള്ളു. കേരളത്തിലുള്ള ജനങ്ങൾ അതൊക്കെ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവരുടെ കാര്യവും കൂടി, ഞങ്ങളുടെ കാര്യവും കൂടി, ഈ പാവങ്ങളായ 5, 10, 20 സെന്റ് ഉള്ളവരുടെ കാര്യങ്ങളും കൂടി നടത്തത്തക്ക രീതിയിലുള്ള വികസനം കൊണ്ടുവന്നാൽ ഞങ്ങൾ അംഗീകരിക്കും. 60% ആളുകൾക്കും ഇത് വേണ്ട എന്നുള്ളതാണെങ്കിൽ കോൺഗ്രസ് ശക്തമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും. സിൽവർ ലൈനെയും ബിനോയ്, ഇതിനകത്തൊരു വിഷയം, ഈ ഏത് രാജ്യത്തിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഗതാഗത മേഖലയിൽ എത്രത്തോളം സംവിധാനമുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിൽ ലുട്യൻസ് ഒരു നൂറ്റാണ്ട് മുമ്പ് 1911 ഇപ്പോഴത്തെ കർത്തവ്യ പഥ്, മുമ്പത്തെ രാജ്പഥ് എന്ന് പറയുന്ന അത്, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ കിങ്സ് വേ എന്ന് പറയുന്ന സ്ഥലം, ആ റോഡ് രൂപകൽപ്പന ചെയ്യുമ്പോൾ 12 മീറ്റർ ആയിരുന്നു അതിന് വീതി ഉണ്ടായിരുന്നത്. അന്ന് ആകെ 12 കാറുകൾ ഡൽഹിയിൽ ഇല്ലായിരുന്ന കാലത്താണ് ഇത് ഉണ്ടാക്കിയതെന്ന് ആലോചിക്കണം. ഇതെല്ലാം ഞങ്ങളുടെ ഒരു വികസനമല്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങൾ ഈ വികസനത്തെ എതിർത്തുകൊണ്ട് നിരന്തരം ആളുകൾക്ക് ഇപ്പോൾ ഹൈവേക്ക് വേണ്ടി ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് മടിയായിരുന്നു. ഹൈവേക്ക് വേണ്ടി എത്രയോ മനുഷ്യർ അവസാന ഘട്ടത്തിലൊക്കെ, എൻ്റെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തൊക്കെയാണ്, അവിടെ ഹൈവേക്ക് ആളുകൾ ഞങ്ങളുടെ 1 സെന്റ് കൂടെ എടുക്കൂ എന്നുള്ള ആവേശത്തിൽ നിന്നത്. നല്ല വില, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടിയ വില കിട്ടിയപ്പോൾ സ്വാഭാവികമായും ആളുകൾ കൊടുത്തു. അങ്ങനെ ഏതിനായാലും നല്ല വില കിട്ടിയാൽ ആളുകൾ കൊടുക്കും. അല്ല കിരണ, ഈ മോഹവില കിട്ടിയാൽ ആള് കൊടുക്കും. ഞാനിപ്പോ പറഞ്ഞത് അല്ല, എന്തിന്റെ പേരിലാണ് ഈ സിൽവർ ലൈനെ അത് ഇല്ലാതെയാക്കിയത്? ആളുകളുടെ ഇതെല്ലാം പറഞ്ഞ് ഭീതി പരത്തിയല്ലേ ഇല്ലാതാക്കിയത്? അല്ലല്ല, സിൽവർ ലൈന് കൃത്യമായ പ്ലാൻ ഇല്ല. സിൽവർ ലൈൻ പ്ലാൻ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അതിന് ഫണ്ട് ചെയ്യേണ്ട ആളുകളെ സമീപിക്കുകയും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്? അല്ല. പിന്നെ കിരണെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ച ഒരാളാണ്. അത് പാസ് ചെയ്യുന്ന വഴികളിലുള്ള ആളുകളുമായിട്ട്. അപ്പൊ ഇതിനും സ്വാഭാവികമായി പ്രയാസം. എലിവേറ്റഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ തൂണിടാൻ സ്ഥലം വേണം. തൂണിടാൻ എടുക്കുന്ന സ്ഥലത്ത് കെട്ടിടങ്ങൾ പണിയാൻ കഴിയില്ല. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ താഴെ കൃഷി ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഏത് വികസനത്തിലും ഉണ്ടാവില്ലേ? അല്ല കിരണ, അവിടെ അവർക്ക് അർഹമായ പണം വേണം, നഷ്ടപരിഹാരം വേണം. ഞാൻ എൻ്റെ 5 സെന്റിൽ 2 സെന്റ് അതിന് കൊടുക്കുന്നെങ്കിൽ, എൻ്റെ 2 സെന്റിന് 1 ലക്ഷം രൂപ വെച്ചാൽ കിട്ടുന്നെങ്കിൽ എൻ്റെ 2 സെന്റിന് 2 ലക്ഷം രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 99% മനുഷ്യരും കൊടുക്കും. അത് ആ അർഹമായ വില വേണം, അല്ലെങ്കിൽ വില കൊടുക്കണം എന്ന് പറയുന്നതിന് ന്യായമുണ്ട്. അതിന് പകരം പദ്ധതിയെ വേണ്ട എന്ന് പറയുന്നതിൽ എന്താണ് ന്യായം? അല്ല, പദ്ധതിയെ വേണ്ടെന്ന് പറഞ്ഞല്ലോ മലയാളികൾ. പദ്ധതിയെ വേണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മഞ്ഞക്കുറ്റിയെല്ലാം വലിച്ചെറിയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നത്. തന്നെ വേണം. അവർക്ക് കൃത്യമായ പ്ലാൻ ഇല്ല. എവിടെങ്കിലും ഒരു ചർച്ചയോ സംവാദമോ. ശരി, ഓക്കെ. എന്തായാലും ബിനോയുടെ അഭിപ്രായം അങ്ങനെ നമുക്ക് മറ്റൊരു. ശരി, ഓക്കെ ബിനോയ്, താങ്കൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, ഒരു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ
മലയാളികൾ മലയാളികളെല്ലാം കേരളത്തിൽ എത്തുന്ന മനുഷ്യർക്കൊക്കെയും ദീർഘദൂരം യാത്ര ചെയ്യണമെങ്കിൽ നല്ലൊരു ശതമാനം സമയവും ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ സമയം ചിലവഴിക്കേണ്ട അവസ്ഥയിലാണ്. ഇതിനൊരു മാറ്റമില്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? നമസ്കാരം. അസുഖമൊക്കെ മാറി നല്ല സ്മാർട്ടായി നിൽക്കുന്നുണ്ട്. സന്തോഷമുണ്ട് കേട്ടോ കണ്ടപ്പോൾ. അല്ല, എനിക്ക് അസുഖം വന്നതായിരുന്നില്ല, അച്ഛനും ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരുന്നു. എന്നാലും ആ മുഖത്തിന് ആ ക്ഷീണം മക്കൾക്ക് ഉണ്ടാവുമല്ലോ. ശരി ശരി. എന്റെ അമ്മ മരിച്ചു പോയിട്ടെന്ന് 34 ദിവസമായി. അത് മനസ്സാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ അറിഞ്ഞിരിക്കും. ഓക്കെ സാർ, വിഷയത്തിലേക്ക് വരാം. സാറേ, നമുക്ക് കേരളത്തിലുള്ള ഏകദേശം പയ്യന്മാരും ചെറുപ്പക്കാരും ഇപ്പൊ ഇവിടുന്ന് വിദേശത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല. കാരണം 30 കിലോമീറ്ററുള്ള സിംഗപ്പൂരില് 25% തുരങ്കവും 5% മറ്റേ തണൽ പദ്ധതി എടുത്തിട്ടുള്ളത്. അവിടെ അതിനേക്കാളും ഇത്രയും ദൂരം എടുക്കുമ്പോൾ ശ്രീധരൻ സാറ് പറഞ്ഞിട്ടുണ്ട് 70%, 5 വേറെ 20 തണലും എല്ലാം കൂടി 100%. എതിർക്കുന്നവര് എതിർത്തിരുന്നാലും ഈ രാഷ്ട്രീയ പാർട്ടികള് എല്ലാരും കൂടി ആലോചിച്ച് ഒരുമയോട് ആലോചിച്ച ശേഷമായി തീരുമാനമെടുക്കാവും. കഴിഞ്ഞ പ്രാവശ്യം സംഭവങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. നമുക്ക് വേണമെന്നുണ്ട്, വേണ്ടില്ലാത്ത ആൾക്കാരുണ്ട്, ഇല്ലെന്ന ആൾക്കാരുണ്ട്. പക്ഷേ എടുത്ത സമീപനം വളരെ മോശമായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുകിട രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരുടെ പ്രശ്നം ഉണ്ടാക്കിയത് പാവജനങ്ങളെയും പറഞ്ഞ് 2 കാലും വലിച്ച് എന്തെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് നല്ലൊരു പദ്ധതിയാണ്. ജനങ്ങൾക്ക് നമ്മളെ കേരളം ഇന്ത്യ രാജ്യത്തിന്റെ സ്വർഗലോകമാക്കാണ്ട് കേരളത്തെ നശിപ്പിക്കാതിരിക്കാം. ശ്രീ ശിവദാസൻ, ശ്രീ രഘുനന്ദനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രഘുനന്ദൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ പേര് രാഘനാഥൻ. രാഘനാഥൻ, ക്ഷമിക്കണം, ഞാൻ വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. രാഘനാഥൻ പറഞ്ഞോളൂ. നമ്മളിപ്പോ പുതിയ റെയിൽ വരുന്നു എന്ന് പറയുന്നുണ്ട്, അതിവേഗ റെയിൽ. അത് നമുക്ക് അതിവേഗ യാത്രക്കാർക്ക് വളരെ ഉപകാരമുള്ളതായിരിക്കും. പക്ഷെ അത് വന്ന് കഴിയുമ്പോൾ ഒരു 10 കൊല്ലെങ്കിലും എടുക്കും മിനിമം. നമുക്കിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുന്നവര് കോട്ടയം, തൃശ്ശൂർ, ഷൊർണൂർ വഴി പോകുമ്പോഴാണ് അധിക സമയം എടുക്കുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് താനൂർക്ക് ഒരു പാത വന്നു കഴിഞ്ഞാൽ ഒരു 120 കിലോമീറ്റർ വന്നാൽ മതി. ഈ യാത്രാ ക്ലേശത്തിന്റെ 50% പരിഹരിക്കും. അതിനെക്കുറിച്ച് മുമ്പൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു MP-മാരും പറയുന്നത് കേൾക്കുന്നില്ല. അതൊന്നും നടപ്പിലാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. മാത്രം കേരളത്തിന്റെ മുഴുവൻ പ്രശ്നം അവസാനിക്കില്ല. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് തൊട്ട് കണ്ണൂർ വരെയുള്ള, കാസർഗോഡ് വരെ യഥാർത്ഥത്തിൽ വേണ്ടതാണ്. അപ്പോൾ അവിടം വരെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് പോകാനും വരാനും ഒക്കെ ഉള്ള സംവിധാനം വേണമല്ലോ. അങ്ങനെ വേഗത്തിൽ പോവുകയും വരികയും ചെയ്താൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പറയുന്നില്ല സാറ്. ഇതെന്താണെന്ന് വെച്ചാൽ കണ്ണി പൂർത്തിയാവാതെ കിടക്കുന്നു. എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ പറവൂര്, കൊടുങ്ങല്ലൂര്, തൃപ്രയാറ്, ചേറ്റുവ, ചാവക്കാട് അങ്ങനെ വന്ന് പൊന്നാനി റൂട്ടിൽ വന്ന് 120 കിലോമീറ്റർ പുതിയ പാത വന്നാൽ മതി. അതിൽ വളരെ ചേഞ്ച് വരും. അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മുമ്പെല്ലാം ഇതുണ്ടായിരുന്നു. ഗുരുവായൂർ ഒരു ഓഫീസ് ഇട്ടിരുന്ന അതെല്ലാം അടച്ചുപൂട്ടിപ്പോയി. അതിനെക്കുറിച്ചും ഇതോടൊപ്പം ചെയ്യണമെന്ന് പറയുന്നത്. ഇത് വേണ്ട എന്ന് പറയുന്നില്ല. ശരി ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ എല്ലാവരും പറയും അതിവേഗ റെയിൽ വേണം, അതിവേഗ പാത വേണം എന്നൊക്കെ പറയും. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുമ്പോൾ സമരവുമായി വന്ന് അതിനെ തകർക്കുക എന്നുള്ള ശീലം കൂടി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ന്യായമായ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം, ന്യായമായ വില ആളുകൾ കിട്ടണം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതി കൂടിയുണ്ട്. ഇതൊക്കെ മാറേണ്ടേ? തീർച്ചയായും മാറണമല്ലോ. വികസനമാണല്ലോ ഓരോ നാടിന്റെയും പുരോഗതിക്ക് അടിസ്ഥാനം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നു, മെട്രോ ശ്രീധരൻ പറഞ്ഞത് കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അവരിവിടെ പറഞ്ഞത് കേൾക്കുമ്പോൾ മനസ്സിൽ കുളിർമയേകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അതിലെ വിശദീകരണം. നേരത്തെ നമ്മുടെ സിൽവർ ലൈൻ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരുപാട് ജനങ്ങളെ പതിനായിരങ്ങളെ തെരുവിലാക്കിക്കൊണ്ടും അതേപോലെ പരിസ്ഥിതിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടും ഒരു വേണ്ട വിധത്തിലുള്ള പഠനം നടത്താതെ ഉള്ള ഒരു കേരളയിൽ അതിനെ ജനങ്ങൾ എതിർത്തതും ഈ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ അടുക്കളയിൽ കുറ്റിനാട്ടാൻ വരുന്ന ആളുകൾ, ബാത്റൂമിന്റെ മുകളിൽ ഈ പഞ്ഞക്കുറ്റി നാട്ടാൻ വരുന്ന ആളുകൾ, വീടിന്റെ ഹൃദയഭാഗത്ത് കുറ്റിനാട്ടാൻ വരുന്ന ആളുകൾ. റഷീദ്, ഒരു സംശയം. അല്ല, വീടിന്റെ ഈ ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെടും എന്നുള്ളതും ഒക്കെ യാഥാർത്ഥ്യമാണ്.
ഇനി പുതിയ ഈ റെയിൽ വരണമെങ്കിലും കുറേ പേരുടെ ഭൂമി എടുക്കാതെ ഇതൊന്നും വീടുകളിലും അല്ലെങ്കിൽ ഈ താങ്കൾ പറഞ്ഞ പോലെ കുളിമുറിയുടെ നടുക്കും ചിലപ്പോൾ വീടിന് നടുക്കുമൊക്കെ ഭൂമി അങ്ങനെ നെടുക എടുക്കാതെ ഈ പദ്ധതിയല്ല ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ ആ പദ്ധതി അങ്ങനെ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് വീട് നഷ്ടപ്പെടുന്നവർക്ക് അർഹമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയതോ ഒക്കെയായ മോഹവില കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാവണം എന്ന് ആവശ്യപ്പെടാം. അതിന് പകരം പദ്ധതിയെ വേണ്ട എന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? 70% ഉയരപ്പാതയാണ് എലിവേറ്ററാണ് പറയുന്നത്, 20% തുരങ്കമാണ് പറയുന്നത്, 10% ഭൂമിയിൽ കൂടെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം ജനങ്ങളൊന്നും അത് ബുദ്ധിമുട്ടിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ DPR ഞാൻ അതല്ല ചോദിച്ചത്. നേരത്തെ സിൽവർ ലൈൻ വന്നപ്പോൾ താങ്കൾ ഈ സിൽവർ ലൈനിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്, മഞ്ഞക്കുറ്റിയുമായി വന്ന് വീടിന്റെ നടുക്കിട്ടു എന്നൊക്കെ പറഞ്ഞത്. ഇതിനായാലും ഈ പാതയ്ക്ക് വേണ്ടി തൂണ് നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായും ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അതെ, എത്ര ആളുകളുടെ ഭൂമിയും വീടും അവരുടെ എല്ലാ സംഗതികളും തൊഴിലും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേരയിൽ, ആ കേരയിൽ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ശ്രീ റഷീദ്, എന്റെ ചോദ്യം ഇതാണ്, ഈ പുതിയ പദ്ധതി അതിനേക്കാൾ താരതമ്യേന കുറച്ച് സ്ഥലം മതി ഈ പുതിയ പദ്ധതിക്ക്, അത് ശരിയാണ്, അത് സമ്മതിച്ചു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ പദ്ധതിക്കായാലും തൂണിടണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കണം. സ്ഥലം ഏറ്റെടുത്ത് തൂണിൻ്റെ മുകളിൽ പാളം പണിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷം ആ സ്ഥലം ഉടമയ്ക്ക് വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്താൽ തന്നെ അവിടെ കെട്ടിടം പണിയാൻ കഴിയില്ല. അവിടെ വേണമെങ്കിൽ ഉയരത്തിൽ വളരാത്ത മറ്റ് കൃഷികളൊക്കെ ചെയ്യാം. അതാണ് ഇത്തരം പദ്ധതികളൊക്കെ ചെയ്ത് നടപ്പാക്കുന്ന ഒരു കാര്യം. ഇതിനും ഇതുപോലെ തന്നെ കൊടുക്കേണ്ടി വരില്ലേ? അതന്നെ ഞാൻ വരട്ടെ, ആളുകളെ എത്രമാത്രം ആളുകൾ അതിൽ ബുദ്ധിമുട്ടിക്കുന്നു. നമുക്ക് പഠനം നടത്തണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അതായത് മെട്രോ ശ്രീധരൻ ഇത് ഈ വിഷയം വിശദീകരിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നും. അത്രമാത്രം ഒന്നൊരു ദുരിതമൊന്നും ഈ കേരളിനെ പോലെ അതിന്റെ 10% പോലും, ഞാൻ പറയുന്നു 10% പോലും ഇതിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ വേഗത പാത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. അപ്പോഴും ആളുകളുടെ ബുദ്ധിമുട്ട് വൈകാരികമായി നമുക്ക് എപ്പോഴും ഏത് വിഷയത്തെയും സമീപിക്കാം. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കുളിമുറിയുടെ നടുക്കുകൊണ്ട് മഞ്ഞക്കുറ്റി ഇട്ടു അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ നടുക്കിട്ടു എന്നൊക്കെ പറയാം. പക്ഷേ ഈ നാട്ടിൽ ഏത് വികസനം വരുമ്പോഴും അങ്ങനെ കുറേ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ പ്രയാസങ്ങളുണ്ടാകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അവർക്ക് ആ ഭൂമിക്കുള്ള വിലയേക്കാൾ അല്ലെങ്കിൽ വീടിനുള്ള തുകയേക്കാൾ വലിയ തുക അവർക്ക് കൊടുക്കുക. അവരുടെ ജീവിത സൗകര്യം അതുകൊണ്ട് മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ആളുകൾ ഭൂമി വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാവും. അതാണ് ചരിത്രം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. അതായത് ഇത് നല്ല കാര്യം തന്നെ. എന്താണെന്നാൽ നിത്യം ഈ വാഹനങ്ങൾ വർദ്ധിക്കുന്നു, പിന്നെ മറ്റുള്ള റോഡിനെല്ലാം ബ്ലോക്ക് വരുന്നു. അപ്പോ പിന്നെ ഇത് ചെയ്യുന്ന കാര്യം നല്ല, പക്ഷെ പ്രകൃതിക്ക് കോട്ടം വരുന്ന, അതായത് ഭയങ്കര വിപത്ത് വരുന്ന രീതിയിലാക്കുറു. മാവും മരങ്ങളും മറ്റുള്ള എല്ലാം നശിപ്പിച്ച് പിന്നെ ജനങ്ങൾക്കും പിന്നെ ജനങ്ങളെയും ദ്രോഹിക്കാത്ത തരത്തിലുള്ള എങ്ങനെയാ ഏത് തരത്തിലാന്നുള്ള ആ രീതിയിലേക്ക് നീങ്ങാം. മറ്റ് കാളപെറ്റ് കേട്ടിട്ട് കയറെടുക്കുന്ന സ്വഭാവത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിൽ അതിന്റെ ദോഷം കാണിക്കും. ഇപ്പം തന്നെ കാണുന്നില്ല, ഓരോന്ന് വേണ്ടാണ്ട് ബിൽഡിംഗ് എല്ലാം നമ്മൾ അറബിക് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം കാണുന്നില്ലേ പലതരത്തിലെ. അതായത് പ്രകൃതിയിലെ വായു വരണമെന്ന് ഓക്സിജൻ വരേണ്ട മരങ്ങളും പിന്നെ പ്രകൃതി അത് ദൈവം ആ പ്രകൃതി മനുഷ്യന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് ആദ്യത്തെ കാണണ്ട്. എന്നിട്ടാ ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം മുതിരണ്ട് സാറേ സയന്റിസ്റ്റുകളെല്ലാം. അത് ശ്രദ്ധിക്കണം. ശരി, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ എന്ന് പറയുന്നത്. ശ്രീ രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളിന് പല സ്ഥലങ്ങളിലെയും റെയിൽ സംവിധാനവും നമ്മുടെ റോഡ് സംവിധാനവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വികസനം അങ്ങനെ വേഗത്തിൽ തെക്ക് വടക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം അനിവാര്യമല്ലേ? സിൽവർ ലൈൻ ആയിരുന്നു വേണ്ടത്. അത് പോട്ടെ, കിരൺ സാർ എവിടെ ആയിരുന്നു? കുറെ നാളായാലും കണ്ടിട്ട്. ആരോ പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ പോയെന്ന്. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഇല്ലായിരുന്നു. അച്ഛനൊരു ബൈപ്പാസ് സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അയ്യോ, സോറി. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമില്ല, സർജറിക്ക് ശേഷം വീട്ടിലുണ്ട്. ഓക്കെ. ഞാനിങ്ങനെ തിരക്കിയിരുന്നു. മനുസാറിനോട് ചോദിച്ചിരുന്നു എന്ത് ആള് അത് തന്നെ. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാല്, ആക്ച്വലി ഇതേക്കോ ഞാൻ ഈ അഹമ്മദാബാദ് മുംബൈ ഇപ്പൊ സിൽവർ ലൈൻ ഓടാൻ തുടങ്ങുവാണ്. 6 മാസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓടുമെന്ന്. കാരണം വെച്ചാൽ അതിന്റെ വണ്ടിയെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഈ കേരളക്കാര് അന്നത്തെ ആ കേരളയിലൊന്നും വേണ്ട അത് തടസ്സപ്പെടുത്തി.
അപ്പൊ അന്ന് ചോദിച്ചത് 14 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ട യാത്ര എന്തിനാണ് ഇപ്പൊ 4 മണിക്കൂർ കൊണ്ട് ആർക്കാ ഇത്ര അത്യാവശ്യം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ സ്പീഡ് റെയിൽവേയും വേണ്ട കേരളത്തില്, നടന്നു പോയാൽ മതി. ഇതിന് അന്ന് പിന്നെ സിൽവർ ലൈൻ കേരളയിൽ എതിർത്തത് BJPയും കോൺഗ്രസും കൂടെ. ഇത് BJPക്കാരാ കൊണ്ടിരുന്നത്. UDF LDF കൂടി എതിർക്കും. ഒരു കാരണവശാലും ഇത് നടത്തുന്നില്ല. നടന്നു പോയാൽ മതി കേരളക്കാര്. ഓക്കെ, ശരി ശരി. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് ഈ അതിവേഗ റെയിൽ കേരളത്തിൽ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? നമസ്കാരം സാർ. ഈ നമ്മുടെ നാട്ടില് ഈ ജനസാന്ദ്രതയാണ് ഒരു പ്രധാന തടസ്സം. ഞാനിപ്പോ മുമ്പ് ഒരു 50 കൊല്ലം മുന്നേ ഞാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഒരു 6 മണിക്കൂർ വേണം. ഇന്നും ഇപ്പോൾ ഏകദേശം 6 മണിക്കൂറൊക്കെ തന്നെ വേണം. ഈ വഴികൾ കുറെ നന്നായിട്ടുണ്ട്, പക്ഷെ വണ്ടികളുടെ എണ്ണം കൂടി. അത് കാരണം നമ്മുടെ നാട്ടില് ഈ എന്താ പറയാ വികസിത രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരിപ്പോ 350-400 കിലോമീറ്ററിലൊക്കെ ട്രെയിൻ ഓടിക്കുമ്പോൾ നമുക്കൊരു 120 കിലോമീറ്റർ എങ്കിലും ട്രെയിൻ ഓടിക്കാനുള്ള ഒരു സംവിധാനം പണ്ടേ വരേണ്ടതായിരുന്നു. നമ്മളിപ്പോ തന്നെ വളരെ വൈകി. ഇനിയിപ്പോ ആലോചിച്ച് ഇതിന്റെ കറ തീർന്നു വരുമ്പോഴേക്കും ഇനിയും വർഷങ്ങളെടുക്കും. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ വികസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജനങ്ങളുടെ ജനപ്പെരുപ്പമുണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും ജനങ്ങൾ കഷ്ടപ്പെടുന്നു. കുറെയൊക്കെ നല്ല ഈ തുക കൊടുത്തുകൊണ്ട് തന്നെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് എന്ത് പേരിട്ടാലും, സിൽവർ ലൈൻ ആയാലും കേരള ആയാലും ഈ ഗോൾഡ് ലൈൻ ആയാലും എന്ത് ലൈൻ ആയാലും പേരിട്ടാലും ശരി, നല്ല രീതിയിൽ ജനങ്ങൾക്ക് അത്യാവശ്യം വേഗത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളൊക്കെ ജനങ്ങൾ അധികാരികൾ ചിന്തിച്ച് നടപ്പാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നല്ലേ? കേട്ടില്ല. അമ്മയ്ക്ക് സുഖമായിരിക്കണമല്ലേ? ഓ, സുഖമായിരിക്കുന്നു, പറഞ്ഞോളൂ. വെറുതെയാണ് കോൺഗ്രസ് 10-60 വർഷം കേന്ദ്രം ഭരിച്ചിട്ട് അവിടെ വല്ലതും ഉണ്ടാക്കിയോ? അതൊക്കെ ട്രെയിൻ എത്ര ഉണ്ടെന്ന് ഇവർ തടയുന്നേ. കാരണം കേരളത്തിൽ കോൺഗ്രസ് വരും ഒരു ഒന്നും വരാൻ പോകില്ല. കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളിൽ മഹാഭൂരിപക്ഷവും ഇവിടെ വന്നത് ഇതിനു മുമ്പുള്ള കാലത്തും കൂടി വന്നതാണ്. അല്ലാതെ ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് വന്നതല്ല കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളൊന്നും. ഓടുന്ന ട്രെയിനിന്റെ വൃത്തി കണ്ടു കഴിഞ്ഞാൽ നല്ല ട്രെയിനല്ലേ. അതല്ലാണ്ട് പിന്നെ വേറെ പുതിയ ട്രെയിൻ വല്ല ഉണ്ടാക്കിയവര് അതല്ല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണേ. ചാക്കൂല് വെച്ച് കിട്ടിയല്ലേ ഓടിക്കണേ പ്ലെയിനും ട്രെയിനും. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം ട്രെയിൻ വന്നതുപോലെ തന്നെ ഇതിനു മുമ്പും കേരളത്തിൽ പുതിയ പുതിയ ട്രെയിനുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അല്ലാതെ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേരളത്തിന്റെ റെയിൽവേ മേഖലയിൽ ട്രെയിനുകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചാട്ടോ പാതയുടെ എണ്ണത്തിൽ കുതിച്ചാട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് എവിടെയാണ് ഉണ്ടായത് എനിക്കറിയില്ല. കേരളത്തിൽ അങ്ങനെ കഴിഞ്ഞ 12 വർഷം കൊണ്ട് റെയിൽ മേഖലയിൽ ഒരു വൻപിച്ച വികസന കുതിച്ചാട്ടമൊന്നും ഉണ്ടായിട്ടില്ല. വികസനം ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അമൃത് ഭാരതായിട്ടും മറ്റേ വന്ദേ ഭാരതൊക്കെ ആയിട്ടും. വന്ദേ ഭാരത് വന്നു, അതൊക്കെ ശരിയാണ്. ഞാനതാ പറഞ്ഞത്. സാധാരണ ഒരു 12 വർഷം കൊണ്ട് ഉണ്ടാകാവുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് വലിയൊരു കുതിച്ചാട്ടം കേരളത്തിന്റെ ഒരു റെയിൽ വികസനത്തിൽ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു വലിയ കുതിച്ചാട്ടം അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ വന്നല്ലേ ഉള്ളു. ഈ ഒരു പാളം പള്ളിയിൽ തന്നെ വർഷങ്ങൾ വേണം. അത് റെഡി തന്നെ. കാശ്മീർ ഭാഗത്തൊക്കെ ചെന്ന് നോക്കാം ട്രെയിനൊക്കെ പോണത്. എവിടെയാണ് അത് ഇവര് എത്ര വർഷം ഭരിച്ചത് വല്ലതും കിട്ടിയോ? ഒരു തൂക്കുപാലത്തൊക്കെ ട്രെയിൻ പോകണുണ്ടോ? ശ്രീ പ്രദീപ്, താങ്കൾ കേരളത്തിന്റെ ഓരോ വർഷത്തെയും ബഡ്ജറ്റൊക്കെ വരുന്നു. റെയിൽ ബഡ്ജറ്റ് പണ്ട് പ്രത്യേകമായിരുന്നു. ആ കാലത്തെ ഏതെങ്കിലും താങ്കൾക്ക് അറിയാൻ കഴിയും ഓരോ പ്രാവശ്യവും എത്ര ട്രെയിനുകൾ വീതമാണ് റെയിൽവേ സ്റ്റേഷൻ നോക്കാം. അല്ല കടന്നുറങ്ങാൻ പറ്റും നിലത്ത് തന്നെ. അതുപോലെ സെറ്റപ്പാ. ശരി, ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഈ അതിവേഗ റെയിൽപാത വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ട്. അത് ആ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് കേരളത്തിന് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? ഹലോ, നമസ്കാരം. നമസ്കാരം. അല്ലെ, ചിലരുടെയൊക്കെ ഈ കഴിഞ്ഞ 12 വർഷത്തിനകത്ത് വെച്ചാണ് നമ്മളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് സൂര്യനെത്തിച്ചത് പോലുള്ള അവകാശവാദങ്ങളൊക്കെ ചിരിയാ വരുന്നത്. ബ്രിട്ടീഷുകാർ കളഞ്ഞേച്ചു പോയ ഒരു രാജ്യത്ത് നിന്ന് ഇത്രയും വരെ എത്തിയതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. പോട്ടെ, അതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ ഇത് യഥാർത്ഥത്തില് ഇത് വരേണ്ടതാണ്. നേരത്തെ പ്രശ്നം എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞതുപോലെ വളരെ പോപ്പുലേഷൻ, അതായത് വാഹനങ്ങളുടെ സംഖ്യയും ജനങ്ങളുടെ സംഖ്യയൊക്കെ വർദ്ധിക്കുന്ന ഈ ഒരു കേരളത്തില് ഇനി എത്ര നാള് ആർക്കാ എത്ര ധൃതി എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാകേണ്ടതാണ്.
അപ്പൊ അതുകൊണ്ട് ഈ സിൽവർ ലൈൻ വന്നപ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു നടന്നത്. അവരെല്ലാം കണ്ണുടച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ മനസ്സിൽ കുളിർമ എഴുതുന്ന പിന്നെ റഷീദ് ചേട്ടനൊക്കെ പിന്നെ പറയുന്നുണ്ടല്ലോ, പിന്നെ ഇത് ആകാശത്ത് നിന്ന് നൂല് കെട്ടിയിട്ടിട്ട് അതിനകത്ത് ഹാങ് ചെയ്യുന്നിടത്തൂടെ അല്ല, ഇത് പിന്നെ ഈ പില്ലറൊക്കെ ഉയർത്തി ഭൂമിയിൽ തന്നെയാണ് പില്ലർ ഉയർത്തുന്നത്. അവിടെയൊക്കെ വസ്തുവും സ്വത്തും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവിടെയൊക്കെ വീടുണ്ടാവും, ആ വീടൊക്കെ അക്വയർ ചെയ്യേണ്ടി വരും. അപ്പൊ ജനങ്ങളുടെയൊക്കെ പ്രതിഷേധമൊക്കെ അത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുളിര് കോരുന്നവർ അതിന് പണ്ട് പറഞ്ഞ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കണം. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്തൊരു സംശയമുള്ളതെന്ന് വെച്ചാല്, ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ 500-1000 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഓടാൻ തുടങ്ങിയിരിക്കും. അതും മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊല്ലം വാസിയാണ്. കൊല്ലത്ത് എന്ന് പറയുന്നത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രി ടേണിംഗ് ആണ്. ഒരുപക്ഷെ കിരൺ അറിയാമായിരിക്കും. അവിടെ എത്ര അതായത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ടച്ച് ചെയ്താണോ? നേരത്തെ സിൽവർ ലൈനിന്റെ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത് മുഖത്തല എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു 15-18 കിലോമീറ്ററോളം കിഴക്കോട്ട് മാറിയ ഒരു ഭാഗത്ത്, ഏകദേശം ആ ഭാഗത്തായിരുന്നു ഈ സ്റ്റേഷൻ പറഞ്ഞിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ വേഗതയിൽ സഞ്ചരിക്കണമെങ്കിൽ സ്ട്രൈറ്റ് റോഡായിരിക്കണം. കൊല്ലത്ത് ഇതും കൊല്ലം വഴി തന്നെയാണ്. കൊല്ലം കൊട്ടാരക്കരയൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ടച്ച് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു വിഷയം ഉണ്ട് കൊല്ലം എന്ന് പറയുന്നെങ്കിലും. പ്രോപ്പർ കൊല്ലം ടൗൺ ആണോ എന്നൊക്കെ ഉള്ളതിന്റെ അതിന്റെ കറക്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ വന്ന് അതിന്റെ ഒരു എന്താ പറയുന്നത്, അതൊക്കെ വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും വരട്ടെ, മനുഷ്യൻ ഇനിയുള്ള കാലങ്ങളിൽ വേഗത്തിൽ സഞ്ചരിക്കേണ്ടതാണ്. ഇപ്പം പണ്ട് വസ്തുവിൽ മാത്രം വീട് വെച്ചിരുന്നവർ ഇപ്പൊ ഫ്ലാറ്റിൽ ആയിട്ട് ജീവിതം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വരും കാലങ്ങളിൽ. അപ്പൊ അത്തരത്തിൽ ആധുനികമായിട്ടുള്ള സഞ്ചാര സാധ്യതകൾ ഉണ്ടാകണം, എന്നാലേ പിടിച്ചേക്കാൻ പറ്റൂ. ഇവിടെ വരട്ട് തത്വവാദമായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരി, ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇത്തരമൊരു അതിവേഗ പാത, റെയിൽ പാത അനിവാര്യമല്ലേ? ഹലോ, നമസ്കാരം. 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 എന്തായാലും അച്ഛന് സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അച്ഛനെന്തോ ഒരു അസുഖമാണെന്ന് അറിഞ്ഞ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അതെ, സുഖമായിരിക്കുന്നു. ഓക്കെ. അപ്പൊ അച്ഛനോട് അന്വേഷണം പറയുക, അങ്ങനെ ഗോപകുമാർ പാലക്കാട് നിന്ന് സുഖമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അച്ഛനോട് പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ കാര്യത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ, മറ്റേ കൊല്ലത്തുനിന്ന് നമ്മുടെ ഷാജി ചേട്ടനും കൊല്ലത്തുനിന്ന് ഒരു രാജൻ ചേട്ടനും പറയണ്ടായി, കുളിര് കോരിയ കാര്യമൊക്കെ പറയണ്ടായി. കുളിര് കോരും സഖാക്കന്മാരെ, എനിക്ക് അവർ വർത്താനത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുളിര് കോരും, ഓട്ടോമാറ്റിക്കായിട്ട് കുളിര് കോരും. 10-12 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്, കേരളത്തിന് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിന് ഉണ്ടായ പുരോഗതി ഇവരൊന്നും കാണാൻ കഴിയുന്നില്ല ഇവർക്കൊന്നും. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഈ സിൽവർ ലൈനും ഈ പദ്ധതിയും തമ്മിലുള്ള ഇത് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ ശ്രീധരൻ സാർ പറഞ്ഞതിൽ വെച്ച കണക്ക് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സിൽവർ ലൈനും ഇതിനും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി സ്ഥല ഏറ്റെടുപ്പ് വേണ്ടി വരും. അത് വേണ്ടി വരാണ്ടെങ്കിൽ നടക്കില്ല. പില്ലറുകൾ കയറ്റണമല്ലോ, പില്ലറിന്റെ മുകളിൽ നൂലിൽ കെട്ടിയിറക്കാനൊന്നും പറ്റില്ല ട്രെയിനിനെ. പില്ലർ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ചെയ്യേണ്ടി വരും. 10% സ്ഥലമാണ് നിലത്ത് കൂടെ പോകണമെന്നാണ് പറയുന്നത് മറ്റേ ഈ ശ്രീധരൻ സാറ്. ആ കണക്കിൽ നോക്കുമ്പോൾ വലിയ ബാധിപ്പ് വരില്ല എന്നാണ് എന്റെയും ഒരു നോട്ടം, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിന് ഈ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് മഞ്ഞക്കുറ്റി നാട്ടിയമാരി ഒരു അവസ്ഥ ഈ ഒരു പദ്ധതി ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ ശ്രീ ഗോപകുമാർ ഒരു സംശയം ചോദിക്കട്ടെ? ശ്രീ ഗോപകുമാർ, ഈ അടുക്കളയിൽ കൊണ്ടുപോയി മഞ്ഞക്കുറ്റി നാട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു വീടും അക്വയർ ചെയ്യാതെ, കേരളത്തിന്റെ ഒരു ഭൂമിയും അക്വയർ ചെയ്യാതെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഒരു പാത നിർമ്മിക്കാൻ കഴിയില്ലല്ലോ. അതൊരു പുതിയ പാത നിർമ്മിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ സ്ഥലം അക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ പലപ്പോഴും പല വീടിൻ്റെയും ഈ പറയുന്ന പോലെ കുളിമുറിയുടെ നടുക്കും കക്കൂസിൻ്റെ നടുക്കും അല്ലെങ്കിൽ അടുക്കളയുടെ നടുക്കും ഒക്കെ സ്ഥലം എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കാതെ ഇത് സാധ്യമാകുമോ? അല്ല, എല്ലാ പരിപാടി എന്തൊരു പുതിയൊരു പരിപാടി വരുമ്പോ എന്ത് പരിപാടി വരുമ്പോഴും കുറച്ച് മറ്റേ നഷ്ടങ്ങള്, കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഈ അടുക്കളയിൽ മഞ്ഞക്കുറ്റി നാട്ടി, കുളിമുറിയിൽ നാട്ടി എന്നൊക്കെ പറയുന്ന വൈകാര്യമായ ഒരു കാൽപ്പനിക പറച്ചിലിനപ്പുറത്തേക്ക് അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു വികസനം സാധ്യമാകും? കിരൺ സാർ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അല്ല, അങ്ങനെ ഉണ്ടാകാതെ എങ്ങനെയാണ് ഈ വികസനം? ഈ പദ്ധതി ആയാലും അങ്ങനെ നാട്ടേണ്ടി വരും. ഈ പദ്ധതി ആയാലും പലരുടെയും വീടെടുക്കേണ്ടി വരും, പലരുടെയും ഉപജീവന മാർഗമായ കട എടുക്കേണ്ടി വരും, പലരുടെയും കൃഷിഭൂമി എടുക്കേണ്ടി വരും. അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയൂ. സിൽവർ ലൈനും ഈ പദ്ധതിയും തമ്മിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് അതിനെടുക്കുന്നതിനേക്കാൾ കുറച്ച് സ്ഥലം ഇതിനെടുത്താൽ മതിയായിരിക്കും. പക്ഷെ ഇതിനും എടുക്കേണ്ടി വരും. അപ്പോഴും ഈ വൈകാരികത ആളുകൾക്ക് പറഞ്ഞുകൂടെ?
അത് അംഗീകരിക്കേണ്ടി വരും. അല്ല, അന്ന് ഈ ബി ജെ പി ഈ തരത്തിലേക്കുള്ള സമരവുമായിട്ടൊക്കെ നിന്നല്ലേ? കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിന് നിന്ന് പദ്ധതിക്ക് അംഗീകാരം നൽകില്ല, ഇവിടെ സിൽവർ ലൈൻ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ കേരളത്തിലെ ബി ജെ പി നേതാക്കളും പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞാണ്. ഇപ്പോഴും അതിനെ പറഞ്ഞത് ഈ പദ്ധതി ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ പറയൂ CPM-നോട്. രാജൻ ചേട്ടൻ ഈ പദ്ധതി കേരള സർക്കാരോട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ്, കേന്ദ്രത്തിന്റെ പദ്ധതിയൊന്നുമല്ല. അല്ല, രാജൻ ചേട്ടൻ പറഞ്ഞ അങ്ങനല്ല. കൊല്ലത്തിന്റെ അല്ലല്ല, അത് ശ്രീ ഗോപകുമാർ, ഇത് 60,000 കോടി രൂപയിൽ 30,000 കോടി, ഇത് കേന്ദ്രം കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയൊന്നുമല്ല. 60,000 കോടി രൂപയിൽ 30,000 കോടി രൂപയും നൽകേണ്ടത് കേരളമാണ്. ബാക്കി പകുതി മാത്രമേ ഉള്ളൂ. കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. കേന്ദ്രം ഒരു സംസ്ഥാനത്തിന് പദ്ധതി നടപ്പാക്കുന്നെങ്കിൽ ഒരു 80% തുകയെങ്കിലും അവർ കൊടുക്കണ്ടേ? ഇത് പകുതി തുക കൊടുക്കുന്ന പറഞ്ഞാൽ എന്താണ്? 49% 51-49 അല്ലെന്ന് 50-50%. അല്ല, എന്നാ 51-എങ്കിൽ 50, അതെന്തോ ആയിക്കോട്ടെ. 50 അല്ലല്ലോ കൊടുക്കണ്ട, അവര് 80% കൊടുക്കേണ്ടതല്ലേ അവര്? അല്ല, കേരളത്തിന് വേണ്ടിയിട്ടുള്ള പുരോഗമനത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? അല്ല, അതിനു വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ അവർ പല പദ്ധതി നടപ്പാക്കിയത് സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ലല്ലോ. വേണ്ടപ്പെട്ട എത്രയോ സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ നടപ്പാക്കി, അവിടെയൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് 50% വാങ്ങിയിട്ടാണ് നടപ്പാക്കിയത്. ശരി, ശ്രീ ഗോപകുമാറാണ് പാലക്കാട്. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണോ? അതിവേഗ റെയിൽപാത അനിവാര്യമാണ്, വേണം എന്നൊക്കെ പറയുന്നവർ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്ന് ഇതിനെ ഇല്ലാതാക്കുന്ന അവസ്ഥയും ഉണ്ടാവില്ലേ? അല്ല, നമ്മുടെ നാട്ടിലൊരു വികസനം വരുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ യാഥാർത്ഥ്യബോധമുള്ള ആർക്കും പറ്റില്ല. UDF ഭരണകാലത്ത് ഇടതുപക്ഷം കഴിഞ്ഞ ഇത് കൊണ്ടുവന്നപ്പോൾ UDF ഒറ്റക്കെട്ടായിട്ട് അതിന് നിർത്തു. കാരണം ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഒരു വികസനവും നാട്ടിൽ നടക്കരുന്ന അവരുടെ അന്ധമായ ഒരു തോന്നലാണ് അങ്ങനെ ആ തീരുമാനത്തിന് കാരണം. ഇപ്പൊ ശബരി റെയിൽപാത നമ്മളിവിടെ സർവേ നടത്തി അങ്കമാലിയിൽ നിന്ന് ശബരിമലയ്ക്ക് ഇത് പാത സർവേ നടത്തി പോയതിനു ശേഷം ആ പ്രദേശത്തുള്ളവർക്ക് ഇന്നവരെ ഭൂമി വിൽക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ആരും വന്ന് മേടിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഒരു സർവേ ഒരു പ്രഖ്യാപനം നടത്തുക വളരെ ബുദ്ധിമുട്ടില്ല. ഈ സിൽവർ ലൈൻ അന്ന് എതിർത്ത സമയത്ത് ഈ പദ്ധതികളെ കുറിച്ച് അന്ന് ആലോചിക്കാറുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത് അടുത്ത കാലത്ത് നടപ്പാക്കാനുള്ള കാര്യമാണോ? വർഗീസ്, ഇത് യഥാർത്ഥത്തിൽ 10-15 വർഷം മുമ്പാണ് ആദ്യം ഈ പദ്ധതിയുടെ നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്. ഇന്ന് ഈ ശ്രീധരൻ തന്നെ പറഞ്ഞല്ലോ, ഇളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് പോലും പഠിക്കാൻ തുടങ്ങിയതാണ്. നമ്മുടെ നാട്ടിലെ പദ്ധതികളൊക്കെ ഇങ്ങനെ പഠിക്കും, വരും, പോവും, ഇങ്ങനെയൊക്കെ കാലങ്ങൾ നീണ്ടുപോവുകയാണ്. അല്ല, ദേശീയപാത ഇപ്പൊ എന്നൊക്കെ അത് പണത് എല്ലാ സ്റ്റേറ്റിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മൊത്തം ചെലവിൽ പണതിപ്പോ നമ്മുടെ കേരളത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ 5000 കോടി പൈസ മുടക്കി ഭൂമി വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു പദ്ധതിയും നടപ്പാക്കുമ്പോ ഇപ്പൊ വീട് പോകില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ കട പോകുന്നില്ല, ജനങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ചിരിക്കാതെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതെന്തോ മോഡി ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തി പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെല്ലാം നടപ്പാവണം, ഏത് കാലത്ത് നടപ്പാവുമെന്ന് പോലും ആർക്കും അറിയില്ലാത്ത ഒരു ഇത് നടത്തി. അതിന് ഇപ്പോഴേ അവരിത്ര മാത്രം ഇതെല്ലാ ഗവൺമെന്റുകളും ചെയ്തൊരു കാര്യമല്ലേ? ഇത് സാധാരണ പ്രക്രിയയല്ലേ? നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ വികസനം വരിക, ട്രെയിൻ ഓടുക, അതിലെ ഏതൊരു സംസ്ഥാനത്ത് ഓടാത്തെ? ഇതെന്തോ വലിയ സംഭവം. BJP-കാരുടെ സംസ്ഥാനം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒന്നും നടക്കില്ലായിരുന്നു എന്നുള്ളൊരു മനോഭാവമല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്നും. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി വന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നിന്ന് അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുകയും കേന്ദ്ര സർക്കാർ അതിനെ അംഗീകാരം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പദ്ധതി വരുന്നു, അതിവേഗ റെയിൽ പദ്ധതി. അത്രയും ഭൂമി ഏറ്റെടുക്കാതെ നടപ്പാക്കാൻ കഴിയുന്നൊരു പദ്ധതി എന്നാണ് ഈ ശ്രീധരൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയും സമാനമായ എതിർപ്പുകളൊക്കെ ഉയർത്തി ഈ പദ്ധതി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇവിടെ നീണ്ട അവധിയായിരുന്നല്ലോ, എത്ര വയ്യായിരുന്നല്ലേ? ഇല്ലായിരുന്നു, കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ഞാനൊന്നും അന്വേഷിക്കുന്നുണ്ടാവും മിക്ക ദിവസം. ഇത് പറഞ്ഞാല ഇതെല്ലാം ഈ ചെറിയ ചെറിയ വോട്ട് രാഷ്ട്രീയം കൊണ്ടൊന്ന് കൂട്ടിക്കും. അതാ ഇതിനകത്ത് ഈ ചെറിയ എതിർപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഇനിയുള്ള മുന്നോട്ട് കാലങ്ങളിൽ ഇങ്ങനെ പോകരുത്. കാരണം വെച്ചാൽ വരുന്ന തലമുറയെല്ലാം നമ്മളെ കല്ലെടുത്ത് നമ്മളെ പഴി തരും. കാരണം എന്താ വെച്ചാല് എല്ലാ രാജ്യങ്ങളും നമ്മളെ ഒപ്പം ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ ഇപ്പൊ അങ്ങേയറ്റത്ത് എന്ന് അവർ കണ്ടുപിടിക്കാത്ത കാര്യങ്ങളും അവർ നടപ്പിലാക്കാത്ത കേസ് കിട്ടുന്നില്ല. അവിടുത്തെ
ഈ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഈ ജെ.സി.ബി പോലും ആളും വർഷങ്ങൾക്ക് മുമ്പ് 10-100 വർഷങ്ങൾക്ക് മുമ്പ് മറ്റുള്ള രാജ്യത്തിന്റെ കളഞ്ഞ സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മൾ അത്ഭുതത്തോട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 10-60-70 കൊല്ലം നമ്മുടെ രാജ്യം ഇത്രയും നല്ലൊരു രാജ്യം, ഇത്രയും മുഴുത്തൊരു രാജ്യം നമ്മൾ വെറുതെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചു. ഇനി വരുന്ന ആരാണോ അവർ ചെയ്യുന്നതിനെ നമ്മൾ അനുകൂലിക്കണം. അത് അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നാണോ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു മതി. നല്ലതിനെ നല്ലതൊന്നും ചീത്തേനെ തന്നെ പറയണം. ഇനിയിപ്പോ വരുന്നത് എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇവിടെ ആരെങ്കിലും എതിർക്കുവോ അതിനെ തടയാനോ ശ്രമിക്കുന്ന അവർ ഒറ്റപ്പെട്ടു പോവുള്ളൂ. പഴയ കാലമൊക്കെ പോയി. പഴയ ഈ ഗെയിൽ പദ്ധതി വന്നപ്പോഴൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ മന്ത്രി രാജീവ് ഉൾപ്പെടെ പറഞ്ഞല്ല ഇത് ബോംബായി കേരളം പൊട്ടിത്തെറിക്കും ബോംബാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്നിട്ട് അവർ തന്നെ നടത്തിയില്ല. അത് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ ഇനിയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എതിർക്കാതെ നടപ്പിലാക്കിയില്ലെങ്കിലുണ്ടല്ലോ ഈ ജനങ്ങൾ പഴയതുപോലെ ഒന്നുമില്ല. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വിവരവും അതുപോലെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് വന്നു. നമുക്ക് അന്നേരം ലൈവായിട്ട് കണ്ടുപിടിക്കാനുള്ള മറ്റേ പഴയ പോലെ പാർട്ടിക്കാരുടെ ഉമ്മാക്കികൾ ഈ കളിപ്പീരും ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇനി വരുന്ന പരിപാടിയൊന്നും നമ്മൾ കണ്ടമാനം എതിർത്ത് നശിപ്പിക്കാതെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ ഭൂമി രക്ഷപ്പെടുന്ന അതിനുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുത്ത് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും ഭരിച്ചോട്ടെ ആര് ഏത് സർക്കാർ ഭരിച്ചാലും കുഴപ്പമില്ല. കിരണേ 10-60-70 കൊല്ലം നമ്മുടെ രാജ്യം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞില്ല. മാറി ഇപ്പോൾ അതിനിടയ്ക്ക് BJP ഭരിച്ചു കൂടിക്കും. പക്ഷെ വേസ്റ്റാക്കി കളഞ്ഞ ഇനിയിപ്പോ അങ്ങനെ മുന്നോട്ട് പോകരുത്. ഇനി മുന്നോട്ട് പോയെങ്കിൽ വരും തലമുറ നമ്മളെല്ലാം പഴിക്കും. നല്ല രീതിയിൽ പോട്ടെ, എല്ലാം കിടപിടിച്ച് വരട്ടെ. നമ്മൾ ഓരോ രാജ്യത്തും അമേരിക്കയിലൊക്കെ ഒപ്പം മറ്റൊന്നേ നമ്മൾ വരുന്നേ. നമ്മൾ വരുന്ന ശ്രമിച്ചാൽ വരാത്ത ഒന്നുമില്ല. പിന്നെ പാവം നമുക്ക് ഇടുക്കിയിലേക്ക് മാത്രം ഇതൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം 2-3 ഡാം ഉള്ളതിന്റെ പേരിൽ നമുക്ക് ആ ഇടുക്കിയിലെ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് കിട്ടിയല്ല. കാരണം വെച്ചാൽ ആ 3-4 ഡാം ഉള്ളതുകൊണ്ടാണ് രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിൽ അതിവേഗ റെയിൽ വരാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇത് ഭൂരിപക്ഷം പേരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതികൾ വന്നാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ എതിർത്ത് തോൽപ്പിക്കുക, വൈകാരികമായിട്ടൊക്കെ അതിനെ നേരിടുക എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. അത് ഈ പദ്ധതിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. ഈ വിളിച്ച ആൾക്കാർ പറഞ്ഞ 1-2 നുണകളുണ്ട്. അതിനെപ്പറ്റി ആദ്യം പറയാം. അതായത് ആരുടെ അടുക്കളയെ കൊണ്ട് കുറ്റിയിട്ടു എന്ന് പറയുന്നത് ഒരു ശുദ്ധ നുണയാണ്. അത് അന്നത്തെ ഒരാളുടെ വീടിന്റെ പകുതി സ്ഥലം വരെ ഏറ്റെടുക്കേണ്ടി വരുന്നത് മൊത്തം സ്ഥലം ഏറ്റെടുക്കുന്നത് അതൊക്കെ വരും. അതുകൊണ്ട് അടുക്കളയിൽ കുറ്റിയിട്ടെങ്കിലും അങ്ങനെയൊക്കെ ആളുകൾ പറയാം. അത് തെറ്റില്ല. മസാല ചേർക്കാൻ വേണ്ടി അന്നുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് അത്. അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ചത് നമ്മുടെ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന മണവിൽ നിന്ന് 19 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലമാണ്. ആ രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം പിന്നെ രാജീവ് പറഞ്ഞത്ര ഗെയിൽ പൈപ്പ് ലൈൻ വന്നാൽ ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞത് അത് ഒരു ശുദ്ധനുണയാണ്. ഇതൊക്കെ അന്നുണ്ടായ കഥകളാ. ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കഥയാണ്. രാജീവും അന്ന് ഇടതുപക്ഷം സമരം ചെയ്തത് ആ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ആവശ്യത്തിനുള്ള കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി, നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. പദ്ധതി എതിർക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് ഗെയിൽ പൈപ്പ് ലൈൻ വന്നത് വഴിയും നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്ത വഴിയും മനസ്സിലായ കാര്യമാണ്. ആവശ്യത്തിനുള്ള ഇടതുപക്ഷം വന്നു കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള കോമ്പൻസേഷൻ പലതിനും കൊടുക്കാൻ പറ്റിയത് കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഭൂമി വിട്ടുകൊടുത്തു. അതുപോലെ നുണ പറഞ്ഞ ഓരോ പദ്ധതി എതിർക്കാതിരിക്കുക എന്നുള്ള ആദ്യം ചെയ്യേണ്ട കാര്യം. നോക്കൂ, ചൈന ഇപ്പോൾ 1000 കിലോമീറ്റർ സ്പീഡിലുള്ള ട്രെയിൻ പദ്ധതി ഇടുന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അവരത് നടപ്പിലാക്കി കഴിയുമ്പോൾ നമ്മളിവിടെ കാളവണ്ടി യുഗത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പം അതിനെ ആര് ഭരിക്കുന്നു നോക്കി എതിർക്കുക എന്നുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വരുമ്പോൾ ചെയ്യുന്ന കാര്യം അതാ. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്ക് ഏറ്റവും കുറച്ച് റെയിൽവേ കിട്ടിയത് കേരളത്തിനാ. അന്ന് കോൺഗ്രസ് എത്രയോ പതിറ്റാണ്ടുകൾ ഭരിച്ചു. കേരളത്തിന് എന്ത് തന്നു? അന്ന് ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ റെയിലല്ലാതെ വേറെന്താ ഉണ്ടായിരുന്നു ഇവിടെ? ആ പുരോഗതി അതിൽ നിന്നൊക്കെ എത്രയോ മാറണം നമ്മൾ. ഇനി പുതിയ തലമുറയ്ക്ക് സ്പീഡാണ് പ്രധാനം. ആ സ്പീഡ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ സ്പീഡിൽ ഓടുമ്പോൾ നമ്മൾ കാളവണ്ടി യുഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിൽവർ റെയിലിന് പേര് മാറുമെന്നുള്ളതല്ലാതെ ശ്രീധരൻ കൊണ്ടുവന്നതും സിൽവർ ലൈനും എല്ലാം മിക്കവാറും ഒരേ പദ്ധതി തന്നെയാണ്. അതിനെല്ലാം ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, ആൾക്കാർക്ക് സ്ഥലം നഷ്ടമാകേണ്ടി വരും, വീടുകൾ ചിലപ്പോൾ പൊളിക്കേണ്ടി വരും, വയലേലുകളിൽ കൂടെ ഇത് പോയെന്ന് വരും. ഇതെല്ലാം സംഭവിക്കും. അങ്ങനെയല്ലാതെ ഒരു പദ്ധതി നടപ്പിലാവില്ല. കീഴാറ്റൂർ സമരം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കീഴാറ്റൂർ സമരം. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിന് ഇത്തരം അതിവേഗ റെയിൽ പദ്ധതികൾ അനിവാര്യമാണോ, അതോ ഇനി അതൊന്നും വേണ്ട എന്നുള്ളതാണോ നിലപാട്? നമസ്കാരം. എന്താണ് ഭായി, കുറെ എല്ലാം കണ്ടിട്ട്? ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ഞാൻ തോറ്റായിരുന്നു. അതൊക്കെ സുഖമല്ലേ? ഓ, സുഖമായിരിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനും അത്യാവശ്യത്തിൽ കേരളത്തിൽ പുറത്ത് പോയിട്ടുണ്ട്. പുറത്തുള്ളൊരു വികസനം നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ്.
പിന്നെ ഇനിയിപ്പോ നമ്മള് ഇവരുടെ ഭാഷയിൽ പറയുന്ന ഒരു പരിസ്ഥിതി തീവ്രവാദി എന്നാണ് പറയാം. നമ്മൾ ഒരുപാട് കുന്നുകളും മലകളും കായലും പുഴകളും തോടുകളും ഇതൊക്കെ ഒരുപാട് സമൃദ്ധിയായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം വെട്ടിമുറിച്ചിട്ട് ഈ വികസനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പിന്നെ ടെക്നോളജി ഇപ്പോൾ ഉണ്ടല്ലോ. നമ്മുടെ രാമേശ്വരത്തൊക്കെ പോയിട്ട് കടലിൽ പാലൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നപോലെ പില്ലറിന്റെ മുകളിലോ അല്ലെങ്കിൽ തുരങ്കപാത ഈ റൂട്ടിൽ കൂടെ ഏതെങ്കിലും റൂട്ടിൽ കൂടെ ഇതിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. പിന്നെ ഇതിൽ ഈ അലൈൻമെന്റ് വരുമ്പോൾ ഇപ്പം സിൽവർ ലൈനും നടന്നാലും നടന്നില്ലെങ്കിലും സിൽവർ ലൈനിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ അടുക്കളയെന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകൾ 5 സെന്റുകാരുടെ വീടിന്റെ മുറ്റത്തും കൂടി മഞ്ഞക്കുത്തി കുത്തിയിട്ട് വലിയ വലിയ വ്യവസായികളുടെ നേതാക്കന്മാരുടെയൊക്കെ അലൈൻമെന്റ് മാറ്റി കൊടുത്തു. അതൊക്കെ പരാതികളുണ്ടായിരുന്നു. അപ്പൊ ഈ പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് വികസനം എങ്ങനെയും സ്പീഡ് എങ്ങനെയും വേണം കേരളത്തിൽ. കാരണം അതിപ്പോ ചെറിയ കുട്ടി മുതൽ പറയാ 90 വയസ്സായ ആൾക്കും സ്പീഡ് വേണം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. സ്പീഡ് വേണം, പക്ഷെ അതിന് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു അന്തരീക്ഷം കൂടെ നോക്കിയിട്ട് ചെയ്യണം. പിന്നെ എതിർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എതിർക്കണം. കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ ഒന്നല്ല. ഇപ്പൊ LDF ഭരിക്കുന്നുണ്ട്, ഇപ്പൊ അടുത്ത തവണ UDF വന്ന് കൂട്ടിപ്പോയി. ഈ പദ്ധതിക്ക് അവരെതിർക്കും. കാരണം എതിർക്കൽ ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ വികസനത്തിന് മുൻതൂക്കം കൊടുക്കണം. അത് ചെയ്യുന്നില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വികസനം എന്തോ ആയിക്കോട്ടെ, വികസനത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ചെയ്യണം. അത് ചെയ്യുന്നില്ല. അതാണ് മാത്രം പ്രശ്നം. പിന്നെ എങ്ങനെയും കാര്യങ്ങൾ നടക്കട്ടെ, കാര്യമായിട്ട് പരാതികളൊന്നല്ല പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നടന്നു പോകുന്നത്. ശ്രീ മനോജാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ നടപ്പാകാൻ സാധ്യതയുണ്ടോ? 5 വർഷം കൊണ്ട് തുടങ്ങിയാൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകാമെന്നാണ് ഈ ശ്രീധരനെ പോലെ ഈ രംഗത്ത് ഏറ്റവും വിദഗ്ധനായ ഒരാൾ പറയുന്നത്. അതിന് മറ്റ് കാര്യങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഫാദറിനെ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്ന സാറേ വീട്ടിൽ. അതെ, വീട്ടിലെത്തി. നമ്മള് കല്ലിശ്ശേരി വെച്ച് കണ്ടായിരുന്നു. കല്ലിശ്ശേരിയിൽ വെച്ച് കണ്ടാ മനോജ്? ഓക്കെ മനോജ്. സാറേ, എന്തായാലും യാത്രാ സൗകര്യം എത്രയും നല്ല രീതിയിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് രാഷ്ട്രീയം കലർക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഏത് പദ്ധതി വരുമ്പോഴും കുറെ പേരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അത് കുറെ പേരുടെ ജീവിത വഴിയൊക്കെ മുട്ടുന്ന തരത്തിൽ അവരുടെ സ്ഥലവും കടകളും ഒക്കെ ചിലപ്പോൾ സ്ഥാപനങ്ങളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരും. അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന നഷ്ടപരിഹാരം വേണം എന്നതിനപ്പുറത്തേക്ക് ഈ പദ്ധതിയെ തന്നെ എതിർക്കുന്ന രീതി കേരളത്തിലുണ്ട്. അത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല സാർ. ഇപ്പൊ സാറിന് അറിയാമായിരിക്കുമല്ലോ, ഇപ്പൊ സാറ് മുമ്പേ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി. അപ്പൊ ആദ്യം സ്ഥലം വിട്ടുകൊടുക്കാൻ പിന്നെ എല്ലാവർക്കും എതിർപ്പായിരുന്നു. പക്ഷെ പൈസ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഇനിയും കൊടുക്കാൻ തയ്യാറായിട്ട് കിടക്കും ആൾക്കാർ. അങ്ങനെ പല സ്ഥലങ്ങളും നാഷണൽ ഹൈവേ സ്ഥലം ഏറ്റെടുക്കലിനെതിരെ ഈ കച്ചവടക്കാരുടെ നേതൃത്വത്തിലൊക്കെ ആക്ഷൻ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിരുന്നു. അവസാനം എല്ലാവരും എന്റെ സ്ഥലം കൂടി എടുക്കൂ എന്ന് പറഞ്ഞ് നടന്നത്. ഇപ്പൊ അങ്ങോട്ട് നടക്കുക. അപ്പം പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. ഇതിപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ തലവെക്കേണ്ട ഒരു കാര്യമല്ല. ഇതിന് സർക്കാരിന്റെയും കൂടെ, കേരള സർക്കാരിന്റെ ഉണ്ട്. 30,000 കോടി രൂപ കേരള സർക്കാരും 30,000 കോടി രൂപ കേന്ദ്ര സർക്കാരും ചെലവഴിക്കേണ്ടി വരും എന്നാണ് പ്രാഥമികമായ നിർദ്ദേശം. അതെ അതെ. അല്ലാതെ ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ അവരുടെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് അല്ല, ഇത് 2 സർക്കാരുകളുടെ സംയുക്ത 50-50 വീതം എടുക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനാണ് കൂടുതൽ അവകാശം എന്ന് പറയേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിന് അതല്ല ഭൂമി ഏറ്റെടുക്കലും അതിന് വില നൽകേണ്ടി വരും ഒക്കെ വരുന്നത്. അപ്പം ഈ പദ്ധതി എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ എന്നാണ് സാറേ ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, ചെങ്ങന്നൂർ വഴിയാണ് പദ്ധതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സാറേ, അപ്പൊ നമുക്ക് മാവേലിക്കര എന്നാലും ശാലം അങ്ങോട്ട് പോയാൽ പോരെ? ശരി, ഓക്കെ. എന്തായാലും സജിയാണ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാറേ, ഇത് 1 ലക്ഷം, ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ സാറേ? പറഞ്ഞു. സാറേ, ഇത് 1 ലക്ഷം കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു ഉപരിതല ഗതാഗത അല്ലെങ്കിൽ റെയിൽവേ ലൈനാണ്. ഇത് കേരളത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ സമഗ്രമായി പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞത് 1 ലക്ഷം കോടി രൂപയാണ്. ഇത് 60,000 കോടി രൂപയെന്നാണ് ഇന്ന് ഈ ശ്രീധരൻ പറഞ്ഞത്. ശ്രീധരൻ പറഞ്ഞ അങ്ങനെ 1 ലക്ഷം എന്നാണ് ഞാൻ കണ്ടത്. 1 ലക്ഷം കോടി എന്നാണ് ഞാൻ കാണാനിടയായത്. ഞാൻ കണ്ട സമയത്ത് എന്തോ ആയിക്കോട്ടെ, ഇതൊരു സാധ്യത മാത്രമായിട്ട് ആണ് ഞാൻ കാണുന്നത്. അനേകം ഗതാഗത സൗകര്യങ്ങളിൽ ഒരു സാധ്യത മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഒരു 16 വരി പാതയായിട്ട് നമ്മുടെ റോഡ് സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരുന്ന എങ്കിൽ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ദിവസേന അതിന്റെ പ്രയോജനം ലഭിക്കുമായിരുന്നു എന്നുള്ളത്. കാരണം നമ്മളൊരു സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്റ്റോപ്പിലേക്ക് മാത്രമല്ല ആൾക്കാർ സഞ്ചരിക്കും. ഇടതൂർന്ന ഇത്രയും തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ താമസിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ പോവുകയും അവർക്കൊക്കെ അവരുടെ ജീവിത ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ആയിട്ടുള്ള ഒരു സൗകര്യം രൂപപ്പെടുത്തിയെടുക്കുക. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. ഇതിന് ഞാൻ നിഷേധിക്കുന്നില്ല. നമുക്ക് എല്ലാം ആവശ്യമാണ്, റെയിൽവേയും ആവശ്യമാണ്, ഈ സൗകര്യങ്ങളൊക്കെ. പക്ഷേ ഇത്രയും അടിയന്തരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന തിരക്ക് കൂടി നമ്മൾ നടത്തുന്ന ഈ ഒരു ഇത് പരിമിതമായിട്ടുള്ള യാത്രക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു സൗകര്യമായിട്ട് പരിമിതപ്പെട്ടു പോകും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
ശരി, കുറെ കൂടി മെച്ചപ്പെട്ട പദ്ധതി വേണം എന്നുള്ളതും കുറെ കൂടി സമഗ്രമായ പദ്ധതി വേണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ്. അത്തരം കാര്യങ്ങളും ഒക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഒരു പദ്ധതി വന്നാൽ അതാണ് അവസാനം എന്നൊന്നും പറയേണ്ടതില്ല. അത്തരം ക്രിയാത്മകമായ നിർദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. ശ്രീ ഡേവിസ് ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഡേവിസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ എന്തെങ്കിലും നടപ്പാകാൻ സാധ്യതയുണ്ടോ? ഏകദേശം നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് പരിമിതമായിട്ടുള്ള ആളുകളുടെ സൗകര്യത്തിന് മാത്രമായിട്ട് ഒതുങ്ങുന്നത്. ഇത്രയും പേർക്ക് പൈസ ചെലവാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളും കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു പദ്ധതിയായിട്ട് ഇത് മാറും. ഈ ഫണ്ട് മുഴുക്കനും കൊള്ളടിച്ച് കൊണ്ടുപോകാനുള്ള ഒരേ പദ്ധതി മാതിരിയായിട്ട് ഇത് അവിടെ ഒരു കാല് നീട്ടി ഇവിടെ ഒരു കൈ വെച്ചു, അല്ലാണ്ട് ഇത് പദ്ധതിയിലേക്ക് കടക്കില്ല. ഈ ഉദ്ഘാടനം നടക്കലും ഇങ്ങനെയുള്ള ഒരേ പൊള്ളത്തരങ്ങൾ കാണിക്കലല്ലാണ്ട് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? നമുക്ക് കേരളത്തിൽ കൊച്ചി മെട്രോ സാധ്യമായി, വിഴിഞ്ഞം തുറമുഖം സാധ്യമായി, അങ്ങനെ എത്രയെങ്കിലും നമ്മൾ നടപ്പാവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായി. അങ്ങനെ നടപ്പാവില്ല പ്രതീക്ഷിച്ച എത്രയെങ്കിലും പദ്ധതികൾ നടപ്പായിട്ടില്ലേ? പരിമിതമായിട്ടുള്ള ഒരു സാധാരണക്കാർക്ക് അങ്ങനെ പരിമിതം എന്ന് പറയാൻ കഴിയുമോ? ഓരോ 5 മിനിറ്റിലും ട്രെയിൻ സർവീസ് ഉണ്ടാവും. 5 അല്ലെങ്കിൽ 10 15 അല്ലെങ്കിൽ മണിക്കൂറിൽ 2 3 ട്രെയിൻ സർവീസ് ആയാൽ തന്നെ ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു 560 പേരാണ് ഒരു ട്രെയിനിൽ കയറുന്നത്. ഒരു മണിക്കൂറിൽ തന്നെ 3 സർവീസ് പോയാൽ തന്നെ ഏകദേശം 1700ഓളം ആളുകൾക്ക് പോകാൻ കഴിയില്ലേ? 10,000-2000 ആളുടെ പരിമിതമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വമ്പൻ 10,000 ആളുകളുടെ പരിമിതമായ യാത്ര എങ്ങനെയാവുന്നത് ഡേവിസ്? അത് ഓരോ തവണയും കയറുന്ന ആളുകൾ വ്യത്യസ്തമായ ആളുകളല്ലേ കയറുന്നത്? അത് അതില് എങ്ങനെ ആള് വ്യത്യസ്തമായിട്ട് കയറിയാല് 2000 ആൾക്കാരല്ലേ ഇതിന്റെ 2000 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ഞാനൊരു കണക്ക് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അവര് പറഞ്ഞ 5 മിനിറ്റ് വെച്ചാണെങ്കിൽ അതിലും എത്രയോ കൂടും. ഒരു ദിവസത്തേക്കുള്ള സൗകര്യം ഉള്ളതില്. ശരി ഡേവിസ്, അങ്ങനെ നമുക്ക് ഒരു യാത്രാ സൗകര്യം പുതുതായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എത്രയെങ്കിലും ആളുകൾ, ചിലർക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും പോകേണ്ടത്, ചിലർക്ക് വർഷത്തിൽ ഒരു തവണയായിരിക്കും പോകേണ്ടത്, ചിലർക്ക് എല്ലാ ദിവസവും പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് നാടിനും മുന്നോട്ട് പോകാൻ കഴിയൂ. ശ്രീ ബിജു ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ബിജു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ബിജുവിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിനിടയിൽ വേഗത്തിൽ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കാറുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ അല്പസമയം ഒന്ന് ക്ഷമിക്കുമെന്ന് കരുതുന്നു. നൈസ് ടു സീ യു ബാക്ക് കിരൺ, റിയലി മിസ്ഡ് യു ഓൾ ദീസ് ഡേയ്സ് എന്ന് പറയുന്നു. ഷിജു കിരിയത്താണ് പറയുന്നത്. ഷിജു കിരിയത്തിൻ്റെ നല്ല വാക്കുകൾക്ക് എന്തായാലും സന്തോഷം. കിരൺ, ഡിഡ് യു ടേക്ക് KB ഗണേഷ് കുമാർസ് ഇൻ്റർവ്യൂ വൈൽ യു ആർ ഇൻ ഡൽഹി കേരള കോമഡി ബ്യൂറോ എന്ന് പറയുന്നത് നേരത്തെ എടുത്ത് അത് മെൻഷൻ ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല ശ്രീ ഷിജു കിരിയത്ത് അങ്ങനെ ഏതെങ്കിലും നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് KB ഗണേഷ് കുമാർ എന്തെങ്കിലും പ്രതികരണം നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അരുന്ധതി കോലപ്പറമ്പത്ത്, ഹൈ കിരൺ നമസ്കാരം എന്ന് പറയുന്നു. നാഗം എന്ന് പറയുന്നു, ഹലോ കിരൺ, ഉള്ള റെയിൽപാതകളും വളവുകളും അപ്ഗ്രേഡ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉള്ള വളവുകളും ഒന്നും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സാധാരണ വേഗം അല്പം കൂടി കൂട്ടാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയൊരു വികസനത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അതും ഒരു അനിവാര്യമായ ഒന്ന് തന്നെയാണ്. പാതകളുടെ വളവുകളൊക്കെ നൂത്ത് അതിനെ കൂടുതൽ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയും. ഇപ്പോൾ 100-120 കിലോമീറ്റർ 130 കിലോമീറ്ററിലൊക്കെ വേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നുണ്ട്. അതിനെ ശരാശരി ആ വേഗത്തിൽ തന്നെ എപ്പോഴും ഓടിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ കുറേ പരിഹാരമുണ്ടാകും. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിക്ടർ തോമസ് പറയുന്നു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് ശ്രീധരൻ തുറന്നതുപോലെ ആകരുത് എന്ന് പറയുന്നു. അത് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. കൃഷ്ണൻകുട്ടി പറയുന്നു, ചൈന 1000 കിലോമീറ്റർ സ്പീഡുള്ള ട്രെയിൻ പദ്ധതി വിടുന്നു, ഇവിടെ കാളവണ്ടി മതിയെന്ന് ചിലർ പറയുന്നു എന്ന് പറയുന്നു. ഹൈസ്പീഡ് റെയിൽവേസ് മസ്റ്റ് ഫോർ കേരള എന്ന് പറയുന്നു. കോൺഗ്രസ് ഓൾവേസ് സ്റ്റാൻഡ്സ് അഗൈൻസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ കേരള എന്ന് ജോവയാണ് പറയുന്നത്. സദാനന്ദൻ പറയുന്നു, ആർക്കാ ഇത്ര സ്പീഡിൽ പോകേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നേരത്തെ കേരളയിലുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട സമയത്തെ ചില മുദ്രാവാക്യങ്ങൾ ഓർത്തുകൊണ്ടാവും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ച മഹദി ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്, ജയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. VC തോമസ് പറയുന്നു, ഏത് പദ്ധതിക്കും സ്ഥലം ഏറ്റെടുപ്പ് നടത്തുമ്പോൾ ഉടമകളായവർ ഉടക്കുമായി വരും, അതിൻ്റെ പുറകെ ജാതി സംഘടനകളും രാഷ്ട്രീയക്കാരും കൂടെ വരും, അതാണ് കേരളത്തിൽ കണ്ടുവരുന്നത് എന്ന് പറയുന്നു. അതുതന്നെയാണ് ഞാൻ ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നു, ഏത് പദ്ധതിക്ക് വേണ്ടിയും സ്ഥലം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്
വിട്ടുകൊടുക്കുന്ന ആൾ, സ്ഥലം നൽകുന്ന ആൾക്ക് ആ സ്ഥലത്തിൻ്റെ വിലയ്ക്ക് അപ്പുറത്തേക്കുള്ള നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു തുക അവർക്ക് നൽകിയാൽ സ്വാഭാവികമായും മഹാഭൂരിപക്ഷം പേരും ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാവും. അതാണ് കേരളത്തിൽ ദേശീയപാത വികസനത്തിൽ നമ്മൾ കണ്ടത്. അല്ലാതെ സ്ഥലം എടുത്തിട്ട് ആകെയുള്ള 5 സെൻറ്റിൽ 3 സെൻറ്റ് എടുത്തിട്ട് അതിന് ന്യായമായ വില കൂടി കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട തുക മാത്രമേ കിട്ടിയുള്ളെങ്കിൽ എനിക്ക് ബാക്കി 2 സെൻറ്റ് വിറ്റിട്ട് പോയി എവിടെയെങ്കിലും വീട് വെക്കാനൊക്കെ പ്രയാസമുണ്ട്. ആ പ്രയാസം കൂടി കണക്കാക്കിയുള്ള തുകയാണ് അവർക്ക് നൽകേണ്ടത്. 1940 മറ്റൊന്ന്, കട്ടിംഗ് സൗത്ത് മുദ്രാവാക്യം വിളിച്ച് നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നു നമ്മൾ ഇന്ത്യയിൽ അല്ലേ എന്ന്. ഗ്ലാഡിയേറ്ററാണ് പറയുന്നത്. കട്ടിംഗ് സൗത്ത് മുദ്രാവാക്യം എന്ന് പറയുന്നത്, കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യുക എന്നുള്ളതല്ല ഗ്ലാഡിയേറ്റർ. അത് താങ്കൾക്ക് ആ വാക്കിനെ കുറിച്ച് അറിഞ്ഞുകൂടാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള കക്ഷിയൊക്കെ സൗത്ത് എന്ന് പറയുന്നത് വേൾഡ് സൗത്ത് എന്നുള്ള സങ്കല്പം, അത് മറ്റൊരു സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് ഗ്ലാഡിയേറ്റർ. കെ സുധാകരൻ പറയുന്നത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന്. മോൻസക എന്നാണ് അയാളുടെ പേര് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറേയേറെ കമൻറ്റുകളുണ്ട്. എന്താണ് BJP ഉണ്ടാക്കിയത്? ഇവിടെ ഹൈവേ കൊണ്ടുവന്നപ്പോൾ സിംഗൂരിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് സമരം നടത്തിയവരാണ് ഈ BJPക്കാർ, ഒന്നും മറക്കണ്ട എന്നും ഈ മോൻസക പറയുന്നുണ്ട്. മോൻസകയായിട്ടുള്ള ചില തർക്കങ്ങളുമൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് ഈ വൈറ്റില ബൈപ്പാസ് വഴിയാണ് പുതിയ റെയിൽ പാത വന്നാൽ അത് പോകുന്നത് എന്നാണ് ഇപ്പോൾ പദ്ധതിയിൽ രൂപരേഖയിലുള്ളത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാകാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. കേരളത്തിന് ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ യാത്ര തന്നെയാണ്. യാത്ര ചെയ്യാനുള്ള സമയം പോക്കും നഷ്ടവും. കാരണം സമയം ഒത്തിരി നഷ്ടപ്പെടും. തലേ ദിവസമൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ വൈറ്റില തന്നെ വന്ന് പോണ ആളുകൾക്ക് അറിയാം വൈറ്റിലുള്ള പ്രശ്നം. ഏറ്റവും വലിയൊരു തിരക്ക് പിടിച്ച്, അതായത് ഇന്നിപ്പോ യാത്ര ചെയ്യാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും വൈറ്റിലേക്ക് കിടക്കാൻ, എറണാകുളത്തേക്ക് പോകാൻ വൈറ്റില ക്രോസ് ചെയ്യാൻ. അത്രം ഇതായിട്ട് വന്നേക്കുന്ന സ്ഥലം. ഇതിപ്പം അതിവേഗ റെയിൽ എന്ന് പറഞ്ഞ് ശ്രീധരൻ സാറ് പറഞ്ഞേക്കണ തന്നെ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു ഇത് തന്നെയാണെങ്കിൽ വലിയ ഈ പറഞ്ഞ പോലെ സ്ഥലമൊക്കെ ഏറ്റെടുക്കുമ്പോഴത്തേക്കും നഷ്ടപരിഹാര തുക അതനുസരിച്ച് ആളുകൾക്ക് നൽകി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നൽകി കഴിഞ്ഞാൽ വലിയ തടസ്സമൊന്നും കാണാൻ സാധ്യത കുറവാണ്. ഏതായാലും ഈ പദ്ധതി നടപ്പാവുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാരണം ഇന്നത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്രീ രാജേഷാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ 3 മണിക്കൂർ 50 മിനിറ്റ്. രാവിലെ 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്താം. വേണമെങ്കിൽ വൈകുന്നേരം ഓഫീസ് ടൈമിൽ ഏതെങ്കിലും ഓഫീസിൽ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നവരാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു പോയി അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? സാർ, കേരളത്തിന് ഈ അതിവേഗ ട്രെയിൻ അത്യാവശ്യമാണ്. കാരണം ഞങ്ങളെ പോലുള്ളവർ കണ്ണൂരിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഇപ്പുറത്താണ് എൻ്റെയൊക്കെ വീട്. പേരാവരി കൊട്ടിയൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം കണ്ണൂരിലേക്ക് തന്നെ എത്താൻ ഞങ്ങൾക്ക് 2 മണിക്കൂറോളം യാത്ര ചെയ്യണം, ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പൊ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ ഒരു സാധാരണ ട്രെയിനിലേക്ക് കയറണമെങ്കിൽ 9 മണിക്കൂറോളം തിരുവനന്തപുരത്ത് ആ ട്രെയിനിൽ ഇരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഈ അതിവേഗ ട്രെയിൻ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അതിവേഗ ട്രെയിൻ യാഥാർത്ഥ്യമായാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പോയി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റുമ്പോൾ എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് ദിവസം ഓരോ ദിവസങ്ങളും ദിവസത്തിന് പണിക്ക് പോകുന്നവർക്ക്, അന്നന്ന് പണിക്ക് പോയി ജീവിക്കുന്നവർക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോയി തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ പിറ്റേ ദിവസം പണിക്ക് പോകാനുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം 2 ദിവസത്തെ പണി, 2-3 ദിവസത്തെ പണിയാണ് നമുക്ക് അതുകൊണ്ട് മെച്ചമുണ്ടാകുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആശുപത്രി കേസ് കേട്ട് നമുക്കിപ്പം തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സെക്രട്ടേറിയറ്റിലോ മറ്റ് മന്ത്രിമാരുടെയോ ഒന്ന് കാണാൻ പോവാണെങ്കിൽ നമുക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആ സ്ഥാനത്ത് അതിവേഗ ട്രെയിൻ വന്നാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കാര്യങ്ങൾ സാധിക്കുമല്ലോ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ്, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദീപു, താങ്കൾക്ക് എന്താണ് ഈ ദുബൈയിലൊക്കെ അതിവേഗ യാത്രാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് കേരളത്തിലും അത്തരം സംവിധാനങ്ങളൊക്കെ അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും അനിവാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ സിൽവർ ലൈനിന്റെ സാധ്യതയെ കുറിച്ച്. തിരുവനന്തപുരം തന്നെയാണോ ദീപു? ഇപ്പോൾ ദുബൈയിലാണോ? അതെ അതെ, ഇപ്പൊ ദുബൈയിലാണ്. ഓക്കെ, താങ്കൾ അതാണ് കുറച്ചു കാലമായി താങ്കളുടെ ടെലിഫോൺ കിട്ടുന്നില്ല. അല്ല, ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവണമല്ലോ, അപ്പൊ അതിന്റെ ഒരു സമയമുണ്ട്. പിന്നെ ശനി ഞായറാണ് അവധി ഉള്ളത്, അപ്പൊ അപ്പോഴാണ് നമുക്ക് വിളിക്കാൻ കഴിയുക. മറ്റത് കേൾക്കുന്നുണ്ട്. അങ്ങനെ. ശരി, അപ്പോൾ ദീപുവിനെ ഇവിടെ പലരും തിരക്കാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ദീപുവും കൂടി ഉണ്ടെങ്കിലാണ് ചിലർക്കൊക്കെ ഒരു വാശിയൊക്കെ വരുന്നത്. അപ്പോൾ ദീപുവിനെ പല ദിവസങ്ങളിലും തിരക്കാറുണ്ട്. ശരി ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഈ വിഷയത്തില്
സിൽവർ ലൈനിൽ DPR ഇല്ലെന്നാണ് കൊയിലാണ്ടിക്കാരൻ പറഞ്ഞത്. DPR ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ കേരയിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് നുണ, ഈ നുണകളുടെ ഘോഷയാത്രയല്ലേ ഈ BJPക്കാരും കോൺഗ്രസ്സുകാരും ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന ഏതൊക്കെ ആള് പറഞ്ഞു അത് മുഴുവൻ മഞ്ഞക്കുറ്റി. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു വൈറ്റ്ലേ കൂടെ പോണെന്ന്. വൈറ്റ്ലയിൽ ആകാശത്ത് നിന്ന് കെട്ടിത്തൂക്കി ഇടുവോ പാലം? അവിടെ ആരുടെയൊക്കെ വീട് പോവും, ആരുടെയൊക്കെ സ്ഥലം പോവും. അപ്പം ഏതെങ്കിലും ഇപ്പൊ നേരത്തെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ശ്രീധരൻ സാർ അടക്കം ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ നിർദ്ദിഷ്ട പാതയിൽ 3-ാം ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ട്രെയിൻ പോകുമ്പോൾ മൈലെണ്ണ പിടിച്ചിട്ടാവുന്ന വളവ് 626 വളവ് ഇങ്ങനെ നൂത്തി കഴിഞ്ഞാൽ ടിൽറ്റഡ് ട്രെയിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പീഡിൽ പോകാന്നാ പറഞ്ഞത്. ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇവരൊക്കെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും BJPക്കാരും അടക്കം അവർ ഒരുമിച്ചാണ് സമരം ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്ന് സമരം ചെയ്ത ഓർമ്മയില്ലേ? അപ്പം ഇവരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഇപ്പൊ BJPക്കാർക്ക് ഒരു വിഷയമില്ല, ഒന്നുമില്ലെന്ന്. ഈ സ്പീഡ് ട്രെയിൻ വരേണ്ടത് തന്നെ കണ്ണൂർ വരെയല്ല, കാസർഗോഡ് വരെ പോകണം, മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിക്കണം, സ്റ്റാൻഡേർഡ് ഗേജ് ആവണം. ഈ പറയുന്ന വയഡക്ട് വഴിയാണ് പോകുന്നതെന്ന് പറയുന്നു. വയഡക്ട് വഴി പോകുമ്പോൾ ഉള്ള 60,000 crore നിൽക്കുവോ? അപ്പൊ ഇതൊക്കെ ശ്രീധരൻ സാർ പറയട്ടെ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ശ്രീധരൻ സാർ ഇത് പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പ്രധാനമന്ത്രിക്ക് അത് പറഞ്ഞൂടെ? അപ്പൊ പറയാതെ ശ്രീധരൻ സാറിനെ കൊണ്ട് പറയിക്കുന്നത് ഇത് നടക്കാനുള്ള കാര്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ മൈലെണ്ണ ഇത് നിങ്ങൾ വിടരുത്. BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ പോയിട്ട് ഈ 3-ാം പാത ഇടാൻ വേണ്ടിയിട്ട് ആ റെയിൽവേ ലൈനിൽ കുറെ മൈലെണ്ണ ഇട്ടിട്ട് അങ്ങ് നിവർത്തി നമുക്ക് നേരെ ഓടിച്ചങ്ങ് പോയാൽ പെട്ടെന്ന് എത്തും. ഉളുപ്പില്ലാതെ ഇപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കൃത്യമായ DPRൽ കൃത്യമായ സ്റ്റഡി നടത്തി കൃത്യമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിന്റെ എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നെല്ലാം അതിവേഗ റെയിലിന് എതിരായ ഒരു നിലപാടുണ്ടായില്ല എന്നത് വളരെ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. എല്ലാവരും മഹാഭൂരിപക്ഷം പേരും പറഞ്ഞത് അങ്ങനെ റെയിൽപാത വേണമെന്ന് തന്നെയാണ്. ചിലരെങ്കിലും പക്ഷേ അതിൽ ചില ആശങ്കകൾ കൂടി ഉണ്ട്. എപ്പോഴും ഇത്തരം വിഷയത്തിൽ കേരളത്തിൽ ആശങ്ക വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, അവിടുത്തെ പോലെ ഭൂമി വിട്ടുകൊടുക്കാൻ വേഗത്തിൽ കഴിയില്ല. കാരണം അത്രത്തോളം ജനസാന്ദ്രത ഏറിയ സംസ്ഥാനമാണ് കേരളം. ഒരുപാട് പേരുടെ വീടൊക്കെ നഷ്ടപ്പെടും, അവരുടെ കച്ചവട സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർക്കെല്ലാം അവരുടെ ജീവിതം മെച്ചപ്പെടുന്ന രീതിയിലേക്കുള്ള നഷ്ടപരിഹാരം നൽകിയാൽ മഹാഭൂരിപക്ഷം മനുഷ്യരും അത് വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാവും. അതൊരു തെളിവടക്കം നമുക്ക് ദേശീയപാതയിൽ മുന്നിലുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം ദേശീയ വികസന പാതയിലേക്ക് മുന്നേറാൻ കേരളത്തിന് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അത് തലമുറയോട് ചെയ്യുന്ന വലിയൊരു പാതകം കൂടിയായി മാറും. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.